നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL മത്സരങ്ങൾ ഏതാണ്ട് പകുതിയാകുമ്പോൾ ഓറഞ്ച് ക്യാപ്പ് വീണ്ടും തലയിൽ അണിഞ്ഞിരിക്കുകയാണ് സാക്ഷാൽ വിരാട് കോഹ്ലി. എന്തൊരു പ്രകടനമായിരുന്നു ഇന്നലെ ചീട്ടിക്കെതിരെ അദ്ദേഹം നടത്തിയത്. അതിൻ്റെ ഫലമായിട്ടിപ്പോൾ ഓറഞ്ച് ക്യാപ്പ് വിരാട് കോഹ്ലിയുടെ തലയിൽ. ആദ്യം ആ ലിസ്റ്റ് നോക്കാം, എന്നിട്ട് കോഹ്ലി എങ്ങനെ കാര്യങ്ങളെ കാണുന്നു എന്നത് അദ്ദേഹം തന്നെ പറയുന്നത് നോക്കാം. വിരാട് കോഹ്ലി 7 മത്സരങ്ങൾ 7 ഇന്നിങ്സ് ഒരു നോട്ട് ഔട്ട് 328 റൺസുമായിട്ട് ഓറഞ്ച് ക്യാപ്പ് തലയിൽ അണിയുന്നു. ഇന്നലത്തെ 81 റൺസാണ് ഹയസ്റ്റ് സ്കോർ. 54.66 ആവറേജ്. 201 ബോളുകൾ അദ്ദേഹം ഫേസ് ചെയ്തു. 163.18 സ്ട്രൈക്ക് റേറ്റ്. 3 അർദ്ധ സെഞ്ചുറികളുണ്ട്. 36 ഫോറുകളും 12 സിക്സറുകളും വിരാട് കോഹ്ലി നേടിയിട്ടുണ്ട്. ഒന്നാമത് കിങ് കോഹ്ലിയാണ്. അഭിഷേക് ശർമ്മയാണ് രണ്ടാമത്. 7 കളികളിൽ നിന്ന് 323 റൺസ്. 135 നോട്ട് ഔട്ടാണ് ഹയസ്റ്റ് സ്കോർ. 53.83 ആവറേജ്. 150 ബോളുകളാണ് ഫേസ് ചെയ്തത്. 215.33 സ്ട്രൈക്ക് റേറ്റ്. 1 സെഞ്ചുറി, 2 അർദ്ധ സെഞ്ചുറി, 25 ഫോറുകളും 27 സിക്സറുകളുമാണ് അദ്ദേഹത്തിൻ്റെ വക. അതേസമയം മൂന്നാം സ്ഥാനത്ത് വരുന്ന ഹെൻറിക് ക്ലാസനാണ്. 7 കളിയിൽ നിന്ന് 320 റൺസാണ് അദ്ദേഹം അടിച്ചിട്ടുള്ളത്. 62 ഹയസ്റ്റ് സ്കോർ. 53.33 ആവറേജ്. 153.11 സ്ട്രൈക്ക് റേറ്റ്. 22 ഫോറുകളും 13 സിക്സറുകളും. ഏതായാലും ഒന്നാം സ്ഥാനത്ത് സാക്ഷാൽ കിങ് കോഹ്ലി. എത്ര പ്രായമുണ്ട് നോക്കണം. ഇപ്പോഴത്തെ പയ്യന്മാർ അഭിഷേകിനെയും മറ്റുമൊക്കെയാണ് പിന്തള്ളിയിട്ട് അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ചേസ് മാസ്റ്റർ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ചേസിങ് എബിലിറ്റി കൂടി കാണിച്ചൊരു ഇന്നിങ്സ് അല്ലേ നമുക്ക് സമ്മാനിച്ചത്. കോഹ്ലി പറയുന്നു എങ്ങനെയാണ് കളിയെ കാണുന്നത്. കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും ടു ബി ഓണസ്റ്റ്, ഞങ്ങൾ വിക്കറ്റ് തുടക്കം മുതൽ തന്നെ അസസ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. കാരണം അവർക്ക് ക്വാളിറ്റി ബൗളിംഗ് അറ്റാക്ക് ഉണ്ട്. ചിന്നസ്വാമിയിൽ 200 റൺസ് ചേസ് ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല. സോ വി വെയർ ജസ്റ്റ് വൺ പാർട്ട്ണർഷിപ്പ് അവേ. അത് കൃത്യമായിട്ട് ചെയ്തു. ഇപ്പോൾ ദേവ് ഇതിനു മുമ്പും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ദേവദത്ത് പടിക്കലിനെ കുറിച്ച് പറയുകയാണ്. ദേവ് ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സ്ലോഗിങ് നടത്തുന്നത് നമ്മൾ കാണാറില്ല, പക്ഷേ വളരെ ഫ്രീലി അദ്ദേഹം കളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് തീർച്ചയായിട്ടും ഞങ്ങളുടെ ചേസിൻ്റെ ഫസ്റ്റ് ഭാഗത്തെ ഡിഫറൻസ് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് തന്നെയായിരുന്നു. ദെൻ ഞാനും ഗെയിമിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. കാരണം അധികം പ്രഷർ അവന് കൊടുക്കാതിരിക്കാനാണ് ഞാനും ആ സമയത്ത് അത്തരത്തിൽ കളിച്ചത്. ഞങ്ങളുടെ ബൗളിംഗ് ഇന്നിങ്സിലാണെങ്കിലും ഞങ്ങൾ നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ തിരികെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അവർ 230 235 ഒക്കെ അടിക്കും എന്ന് കരുതിയിരുന്നു. പക്ഷേ ഞങ്ങൾ പിന്നീട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു. ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ പിച്ച് വാസ് നോട്ട് ബാഡ് അറ്റ് ഓൾ എന്നായിരുന്നു. നല്ല ബാറ്റിംഗ് കണ്ടീഷൻസ് ഈ സീസണിൽ ഞങ്ങൾക്ക് ലഭിച്ച നല്ല ബാറ്റിംഗ് കണ്ടീഷൻസ്. സോ നമ്മൾ ക്രീസിൽ നിൽക്കുകയാണെങ്കിൽ എത്രത്തോളം ഗെയിം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ അതോടുകൂടി ബൗളർമാർക്ക് ടഫറായിട്ട് മാറും എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ദേവ് നല്ല ഗ്രേറ്റായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ബൗളേഴ്സിന് മേൽ പ്രഷർ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ ഒരു ഇൻറ്റൻറ്റ് ഉണ്ടായിരുന്നു, ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൃത്യമായിട്ട് മറ്റുള്ളവരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. സോ ഞങ്ങൾക്ക് ഈ പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. കൃത്യമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തു പോയി. പിന്നെ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞു വരുന്നത് നമ്മുടെ ബിലീഫിൽ നിന്നാണ്, നമ്മുടെ വിശ്വാസത്തിൽ നിന്നാണ്. നമ്മുടെ കഴിവുകൾ നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നു എന്നതനുസരിച്ചാണ്. ഞങ്ങളുടെ ബാറ്റിംഗ് ലൈനപ്പ് വളരെ ട്രമൻഡസ് ആയിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പാണ്. നിങ്ങളൊന്ന് നോക്കുക, ഈ ഒരു ബാറ്റിംഗ് ലൈനപ്പിലെ ടാലൻ്റ് എന്ന് പറയുന്നത്. നല്ല രൂപത്തിലുള്ള ക്രിക്കറ്റ് ഷോട്ടുകൾ കളിക്കാൻ പറ്റുന്ന ഗൈസാണ് ഞങ്ങളുടെ ടീമിലുള്ളത്. ഇപ്പോൾ ടിം ഡേവിഡിൻ്റെ പവർ, ഷെഫേർഡിൻ്റെ പവർ, ക്രുണാലിൻ്റെ സ്മാർട്ട്നെസ്, ഇതൊക്കെ ഞങ്ങൾക്ക് മിഡിൽ ഓർഡറിൽ ഗുണം ചെയ്യുകയും ചെയ്യും. സോ മെസ്സേജ് വളരെ സിമ്പിളാണ്. നിങ്ങൾ ബോൾ കണ്ടോ അടിക്കുക, അതാണ്. ഗോ ഫോർ ഇറ്റ്. കാരണം നമുക്കതിനുള്ള ഡെപ്ത് ഉണ്ട്. വിക്കറ്റ് പോയാൽ പ്രശ്നം എന്നുള്ളതില്ല, നമുക്കതിനുള്ള ഡെപ്ത് ഉണ്ട്. ഇതായിരുന്നു മെസ്സേജ്. ഫസ്റ്റ്ലി ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. 5 മത്സരങ്ങൾ ഇവിടെ കളിക്കാൻ കഴിഞ്ഞു. ഫാൻസ് നല്ല രൂപത്തിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. അവർ കാണാൻ വന്നു. സ്പെഷ്യൽ പ്ലേസ് ടു പ്ലേ ക്രിക്കറ്റ് ആൻഡ് ഹോപ്പ്ഫുള്ളി വി വിൽ ബി ഏബിൾ ടു കം ബാക്ക് ആൻഡ് പ്ലേ ഹിയർ അഗെയിൻ ലേറ്റർ ഇൻ ദി സീസൺ എന്നുകൂടി കിങ് കോഹ്ലി പറയുന്നുണ്ട്. ഏതായാലും കോഹ്ലി അതാണ് വളരെ കൃത്യമായിട്ട് കളിയെ അസസ് ചെയ്ത്
ചേസ് എങ്ങനെ ബിൽഡ് ചെയ്യണം. ഒരു ഭാഗത്ത് ദേവദത്ത് പടിക്കൽ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കണം. അദ്ദേഹത്തോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് വെറുതെ നിന്നാൽ അദ്ദേഹത്തിന് വലിയ പ്രഷറുണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടി കോഹ്ലിയും അതിൽ ഇൻവോൾവ് ആയിട്ട് സ്കോർ ചെയ്ത് പോകുന്നു. അങ്ങനെ കൃത്യമായിട്ട് ചേസ് ഡൗൺ ചെയ്യുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഏതായാലും കിങ് കോഹ്ലി വീണ്ടും ഓറഞ്ച് ക്യാപ്പ് തലയിൽ അണിയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.